ഹരേ രാമ ഹരേ കൃഷ്ണ. കുബേര യോഗമാണ് ഇനി എത്തിച്ചേരുന്നത്. ഈ രാശിക്കാർ മെയ് മാസം തീരും മുമ്പ് പണക്കാരനായി തീരും. വീടും വാഹനവും നിങ്ങൾ സ്വന്തമാക്കും. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം രാശി മാറുകയാണ്. മെയ് 1-ന് വ്യാഴം സംക്രമിച്ച് ഇടവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും വലിയ സംക്രമണമാണ് ഇപ്പോൾ നടന്നത്. ഈ 4 രാശിക്കാരുടെ ജീവിതത്തിലാണ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പോകുന്നത്. എല്ലാ രാശിക്കാർക്കും സംക്രമണം ഭാഗ്യം കൊണ്ടുവരുമെങ്കിലും ഈ 4 രാശിക്കാരുടെ ജീവിതം മൊത്തത്തിൽ മാറിമറിയും. ഇടവ രാശിയിൽ ഒരു വർഷത്തേക്ക് വ്യാഴം തുടരും. ഇതിനിടയിൽ വ്യാഴം ജൂൺ 12-ന് രോഹിണി നക്ഷത്രത്തിൽ സംക്രമിക്കും. ഒക്ടോബർ 9-ന് വക്രഗതിയിൽ ചലിക്കുവാൻ തുടങ്ങും. ശേഷം 2025 മെയ് 14-ന് വ്യാഴം മിഥുന രാശിയിൽ സംക്രമിക്കും. അതുവരെ വ്യാഴം ഈ 4 രാശിക്കാരുടെ ജീവിതത്തിൽ അതിസമ്പന്നമായ രാജയോഗമാണ് കൊണ്ടുവരുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. വ്യാഴം ഇടവരാശിയിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കുവാൻ പോകുന്ന രാശികളിൽ ഒന്നാണ് മേടം. വലിയ നേട്ടമാണ് വ്യാഴം മേടരാശിക്കാർക്ക് സമ്മാനിക്കുന്നത്. സാമ്പത്തികമായി വലിയ പുരോഗതിയും നേട്ടവും ഈ സമയത്ത് നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഭാഗ്യം എല്ലായ്പ്പോഴും മേടം രാശിക്കാർക്കൊപ്പം ഉണ്ടാവുന്നതാണ്. അതിനാൽ തന്നെ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും അതെല്ലാം വലിയ വിജയത്തിലായിരിക്കും അവസാനിക്കുക. ബിസിനസ്സും അതുപോലെ ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വലിയ നേട്ടമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. അതുപോലെ തന്നെ മെയ് 31-ന് ബുധൻ ധനഭാവത്തിലേക്ക് മാറും. അതിനാൽ ഈ രാശിക്കാർക്ക് ഏറെ സാമ്പത്തിക നേട്ടമായിരിക്കും വന്നു ചേരുക. ബിസിനസ്, തൊഴിൽ എന്നിവയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുകയും ചെയ്യും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വലിയ ഭാഗ്യം ഉണ്ടാകും. ഈ സമയത്ത് ധനസംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. പോരാത്തതിന് വ്യവസായ മാറ്റങ്ങൾക്കും പുതിയ ബിസിനസ്സുകളിലേക്ക് നിങ്ങൾക്ക് കടക്കുവാൻ സാധിക്കും. ലാഭം കൂടുതൽ ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ മതിപ്പ് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. ഈ സമയം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്ന കാലമാണ് നിങ്ങൾക്ക് ഇത്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പരീക്ഷയിൽ ഉദ്ദേശിച്ചതിലും കൂടുതലുള്ള ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്യുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം നല്ല വാർത്തകൾ വന്നു ചേരുന്നതാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. വ്യാഴം രാശി മാറുന്ന നേരത്ത് അതിൻ്റെ ഫലം ലഭിക്കുന്ന രാശികളിൽ ഒന്നാണ് കർക്കിടകം. ഈ രാശിക്കാരുടെ പ്രതിസന്ധികളുടെ സമയം ഇതോടെ അവസാനിച്ചു. ഇനി അങ്ങോട്ട് ഉയർച്ചയാണ്. തൊഴിൽ മേഖലയിലും ബിസിനസ് രംഗത്തും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കും. വരുമാനത്തിലും വലിയ നേട്ടമാണ് ഉണ്ടാവുക. പല വഴി പണം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഈ രാശിക്കാരുടെ ഏറ്റവും നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ രാശിമാറ്റം അനുകൂലമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുക. കർമ്മ വരുമാന മാർഗങ്ങളിലാണ് രാശിമാറ്റം. ഇതിനാൽ തന്നെ അനുകൂലമായ സമയമാണ്. ബിസിനസ്, ജോലിയുമായി ബന്ധപ്പെട്ട് വരുമാന വർധനവുണ്ടാകും. ഈ സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വലിയ സൗഭാഗ്യമാണ് വന്നു ചേരുന്നത്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇത് നേടുവാൻ സാധിക്കും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നേട്ടമുണ്ടാകും. വ്യവസായികൾക്കും നല്ല കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന മനക്ലേശങ്ങളെല്ലാം മാറിക്കിട്ടും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹം ഏറെ നാളുകളായി നടക്കാതിരുന്ന വ്യക്തികൾക്ക് അനുകൂലമായ സമയം വന്നു ചേരുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. വ്യാഴം രാശി മാറുന്ന സമയത്ത് ചിങ്ങം രാശിക്കാരുടെ ഭാഗ്യം കുതിച്ചുയരും.
ഇനി നഷ്ടം ഉണ്ടാവില്ല. ആത്മവിശ്വാസം നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തും ഈ രാശിക്കാർക്ക് നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വരുമാനം വളരെയധികം വർദ്ധിക്കും. പ്രമോഷന് സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇപ്പോഴുള്ള ജോലി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല ശമ്പളത്തോടു കൂടിയുള്ള ജോലി ലഭിക്കുന്നതാണ്. ഗൃഹനിലയുടെ 9ാം ഭാവത്തിലും കർമ്മഭാവത്തിലുമാണ് മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നത്. ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. തൊഴിൽ സംബന്ധമായി ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിദേശത്ത് പോകുവാൻ സാധ്യതയുണ്ട്. ജോലി മാറുവാനും സ്ഥാനക്കയറ്റം ധനവർദ്ധനവിനും സാധ്യത കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വസ്തുക്കളെല്ലാം സ്വന്തമായി നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കൊപ്പം എല്ലാ സമയവും ഉണ്ടാവുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും ഭാഗ്യവും ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായി നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ചെലവ് വർദ്ധിക്കുവാതെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് നല്ല സമയമാണ്. ജോലിക്കാർക്ക് പ്രമോഷൻ ഉറപ്പിക്കാം. അതുപോലെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുവാൻ സാധിക്കും. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ട് സമയം കളയുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങൾ അവഗണിച്ചു വിടുന്നതാണ് നല്ലത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പണം അല്പം ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ബന്ധങ്ങളിൽ നിന്നും ചില പ്രശ്നങ്ങൾ വന്നു ചേരും. പ്രിയപ്പെട്ടവരുമായി തർക്കങ്ങൾ ഉണ്ടായേക്കാം. ചില രോഗങ്ങൾ നിമിത്തം പൊതുവെ ക്ഷീണിതരായി അനുഭവപ്പെടും. പങ്കാളിത്തത്തോടെ ബിസിനസ് ചെയ്യുന്നവർ പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. പ്രണയ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് അല്പം അസ്വസ്ഥമായിരിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നതാണ്. പ്രയാസകരമായ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങളുടെ പങ്കാളിയുടെ പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാവുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.